Hi Kerad Jay, welcome back to my channel. 2026 സ്റ്റെനോഗ്രാഫറിൻ്റെ വേക്കൻസി വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേക്കൻസി എത്രയാണ് വന്നിരിക്കുന്നത്, ഏജ് ലിമിറ്റ് എന്താണ്, സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, A to Z കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ ഇല്ല, അതേപോലെ തന്നെ മെഡിക്കൽ അപ്ഡേഷനും ഇല്ല. റിട്ടേൺ എക്സാം എഴുതുക, അതിനുശേഷം സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതേ രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത് തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഇവിടെ PA ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. PA എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ്. അതായത് നിങ്ങളുടെ സീനിയർ ഓഫീസർ, ഏതെങ്കിലും ഫോഴ്സിലുള്ള ഒരു സീനിയർ ഓഫീസർ ഏതെങ്കിലും ഒരു ഓർഡർ പറയുകയാണെങ്കിൽ അത് ഷോർട്ട് ഹാൻഡിൽ നിങ്ങൾ എഴുതണം. അതാണ് സ്റ്റെനോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സെപ്പറേറ്റ് കോഴ്സാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പഠിച്ചാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ജോബിലേക്ക് തയ്യാറെടുക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. +2 പാസ്സായ ഒരു കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ 1 വീക്കായി. സോറി ടു ഓൾ. നമുക്ക് നേവിയുടെയും എയർഫോഴ്സിൻ്റെയും അതേപോലെ ആർമിയുടെയും കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നോക്കുക കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ്. SSC നോട്ടിഫിക്കേഷൻ ആൾറെഡി ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് ഫോം ഫില്ലിംഗ് എന്നാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. കുട്ടികളെ, ഏപ്രിൽ 24 മുതൽ ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് മെയ് 15 ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കറക്ഷൻ വിൻഡോ. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. കറക്ഷൻ ഡേറ്റ് ആണ് മെയ് 20, അതേപോലെ തന്നെ മെയ് 21. ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് എക്സാം അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ജൂലൈ ആൻഡ് ആഗസ്റ്റ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആകെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എക്സാമിന് നല്ലപോലെ പഠിക്കുക. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെനോ ആണ്, ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എങ്ങനെയാണ് അവിടെ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്, എത്ര വേർഡ്സ് പെർ മിനിറ്റ് ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ കൊണ്ട് ഫുൾ കാണണം കേട്ടോ കുട്ടികളെ. അപ്പോൾ എക്സാമിൻ്റെ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്. അതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം എന്നാണ് 2026 ജൂലൈ ആഗസ്റ്റിലാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് വേക്കൻസി വളരെ കുറവാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മുൻ വർഷങ്ങളിൽ അപ്ഡേറ്റ് എടുത്താൽ സ്റ്റാർട്ടിങ്ങിൽ വന്ന വേക്കൻസി 250 ആയിരുന്നു, 250 ആയിരുന്നു. അതിനുശേഷം ആ ഒരു വേക്കൻസി 1700 വരെ പോയി. അതേ രീതിയിൽ തന്നെയാണ് ഈ തവണ നോട്ടിഫിക്കേഷനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വേക്കൻസിയുടെ കാര്യം. നോക്കും, 2 ഗ്രേഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്, ഗ്രേഡ് C ആൻഡ് ഗ്രേഡ് D. ഈ രണ്ടിൻ്റെയും സാലറിയും ഡിഫറൻസ് ആണ് കേട്ടോ കുട്ടികളെ. ഗ്രേഡ് സിയുടെ കാര്യം പറഞ്ഞാൽ അറൗണ്ട്ലി 90,000 ആണ് വരുന്നത്. 1 മന്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഗ്രേഡ് Dയുടെ കാര്യം പറഞ്ഞാൽ പെർ മന്ത് വരുന്ന സാലറി അറൗണ്ട്ലി 50K അടുത്താണ്. അപ്പോൾ നല്ല സാലറി ഉള്ള ജോബാണ്. അതേപോലെ തന്നെ പ്രൊമോഷനും ഹൈ ആണ് ലഭിക്കാൻ പോകുന്നത്. പിന്നെ ജോബും വളരെ ഈസിയാണ്. +2 പാസ്സായാൽ മാത്രം മതി. നിങ്ങളുടെ ജോബ് വരുന്നത് ഓഫീസറിൻ്റെ അണ്ടറിലാണ്. PA എന്നാണ് ഇതിന് പറയുന്നത്, പേഴ്സണൽ അസിസ്റ്റൻറ്റ് കേട്ടോ കുട്ടികളെ. ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 731. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വന്ന വേക്കൻസിയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനുശേഷം ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ആയിട്ട് 1715 അതേ രീതിയിൽ തന്നെയാണ് ഈ തവണയും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. ഇതിനകത്ത് വേക്കൻസി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേക്കൻസിയുടെ കാര്യം പറഞ്ഞാൽ there are approximately 731 വേക്കൻസി. 731 വേക്കൻസി എന്നും പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, however കമ്മീഷൻ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് കളക്ടിങ് വേക്കൻസീസ്. ആൾറെഡി കമ്മീഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇനിയും വേക്കൻസീസ്. എല്ലാ ഫോഴ്സിൻ്റെയും വേക്കൻസി ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതനുസരിച്ച് എന്തായാലും നിങ്ങളുടെ വേക്കൻസി 2000 അടുത്ത് വരുന്നതായിരിക്കും. എന്തായാലും 2000 അടുത്ത് നിങ്ങളുടെ വേക്കൻസി വരുന്നതായിരിക്കും. അതുകൊണ്ട് 731 വേക്കൻസിയേ ഉള്ളെന്നും പറഞ്ഞ് നിങ്ങളാരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. സ്റ്റെനോഗ്രാഫർ ആകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മനസ്സിലായ കുട്ടികളെ? കാരണം അവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കണ്ട. സ്കിൽ ടെസ്റ്റ് മാത്രം നിങ്ങൾ പാസ്സായാൽ മതി. അപ്ലൈ ചെയ്യുക. അതിനുശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാൻ നോക്കും. ഇതിനു വേണ്ടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റും പാസ്സാകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഡെഡിക്കേഷൻ മതി. നിങ്ങളുടെ മനസ്സിലൊരു ഗോളുണ്ട്, എനിക്ക് നല്ലൊരു ജോലി നേടണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ
നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ആർക്കും അറിഞ്ഞൂടെ സ്റ്റെനോ എന്താണ്, ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് എന്താണ്. മനസ്സിലായി? ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഞാനൊരു ഓഫീസറാണ്, ഞാൻ എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതെന്താണ് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻ എടുക്കണം. അതാണ് ഈ ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടായിട്ട് കോഡിലായിരിക്കും ഓരോ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ വേക്കൻസിയുടെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. +2 പാസ്സായി കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ബയോളജി കേഡറ്റ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും കേട്ടോ. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഏജ് ലിമിറ്റ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷ തെളിവ് ലഭിക്കുന്നതായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷ തെളിവ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, 2/8/1996 1/8/2008 ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST ആണെങ്കിൽ 5 വർഷ തെളിവ് ലഭിക്കുന്നതായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷ തെളിവ് ലഭിക്കുന്നതായിരിക്കും. അതോടെ പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് കുട്ടികളെ. നോക്കൂ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/8/1999 1/8/2008 ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ വർഷം എന്തായാലും അപ്ലൈ ചെയ്യാം, ട്രൈ ചെയ്യാം, അടുത്ത വർഷത്തേക്ക് എനിക്ക് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എല്ലാ വർഷവും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്, എല്ലാ വർഷവും കേട്ടോ. നോക്കൂ, സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. ഈ ഒരു എക്സാം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതിനുശേഷം സ്കിൽ ടെസ്റ്റാണ് വരാൻ പോകുന്നത്. സ്കിൽ ടെസ്റ്റിനകത്ത് ഡിക്റ്റേഷനും ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട്. ഈ ഡിക്റ്റേഷൻ അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. ഇത് സിമ്പിളാണ്. ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഇതും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ ഫുൾ ഗെയിം ഇരിക്കുന്നത് ഈ ഒരു ടെസ്റ്റിലാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൺലൈൻ എക്സാമിലാണ്. ഇവിടെ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സാം ബേസ്ഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എക്സാം പാറ്റേൺ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റാണ് റീസണിങ്. റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മാക്സിമം മാർക്ക് 50 ആണ്. ജനറൽ അവയർനെസ്സിൽ നിന്ന് ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 50 മാർക്സ് ആണ്. ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, 100 മാർക്സ് ആണ്. ഇവിടെയാണ് ഫുൾ ഗെയിം ഇരിക്കുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് 200 ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ 200 മാർക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഇനിയാണ് ഗെയിം. ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഫുൾ ഗെയിം. എന്താണ് കുട്ടികളെ? ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെക്ഷണൽ ടൈമിംഗ് ആണ് ലഭിക്കുന്നത്. എന്താണ് ഈ സെക്ഷണൽ ടൈമിംഗ്? ഇവിടെയാണ് ഫുൾ ഗെയിം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് മിക്ക കുട്ടികൾക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റാത്തത്, സ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക്. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് റീസണിങ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇതിന് ലഭിക്കുന്ന സെക്ഷണൽ ടൈം എന്ന് പറഞ്ഞാൽ ഓൺലി 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റിനുള്ളിൽ വേണം നിങ്ങൾ ഈ ഒരു 50 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് റീസണിങ്ങിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ 30 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ ഡിഫിക്കൽട്ടാണ്. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ്. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വേണം. നെക്സ്റ്റ് ആണ് GK. 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റീസണിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സെക്ഷണൽ ടൈമാണ്. പിന്നെ റീസണിങ് അങ്ങ് മാറും. പിന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? GK ആണ്. GKയിൽ നിന്നും 50 ക്വസ്റ്റ്യൻ വരും. ഇവിടെയും നിങ്ങൾക്ക് 30 മിനിറ്റ്സ് കിട്ടും. ഇവിടെ ഡെഫിനറ്റ്ലി നമുക്കൊരു 15 മിനിറ്റ്സിനുള്ളിൽ 50 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് 100 ക്വസ്റ്റ്യൻ വരുന്നറിയാം, 100 മാർക്സ്. ഇവിടെ നിങ്ങൾക്ക് 1 അവറാണ് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 2 അവർ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ കുട്ടികളെ? ഈ ഒരു സെക്ഷണൽ ടൈമിങ്ങിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതനുസരിച്ച് ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എവിടെയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടുന്നത്. 50 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്, 50 ക്വസ്റ്റ്യൻ 30 മിനിറ്റ്. ഇംഗ്ലീഷിന് 100 ക്വസ്റ്റ്യൻ 1 അവർ. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായാലോ? ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ലഭിക്കത്തില്ല. ഐ ഹോപ്പ് മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ എക്സാം പാറ്റേൺ എല്ലാം മനസ്സിലായിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സ്കിൽ ടെസ്റ്റ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഒരു സ്കിൽ ടെസ്റ്റിൻ്റെ അപ്ഡേറ്റും എക്സാം പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ആണ്. മനസ്സിലായി? ഷോർട്ട് ഹാൻഡ് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും ഓഫീസ് പറയുന്നു, അത് നിങ്ങൾ ഷോർട്ട് ഹാൻഡിൽ നോട്ട് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് അവിടെ സ്കിൽ ടെസ്റ്റ് നടത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് D,
അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി. ഇംഗ്ലീഷിൻ്റെ അതുപോലെ തന്നെ ഹിന്ദിയുടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 50 മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. എത്രയാണ്? 50 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് അവിടെ പറയുന്നത്? ആദ്യം നിങ്ങൾക്ക് അവിടെ ഡിക്റ്റേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്താണ് ഡിക്റ്റേഷൻ? ആരെങ്കിലും പറയുന്നതായിരിക്കും, മനസ്സിലായി? ആരെങ്കിലും ഒരു കാര്യം പറയും. ടോട്ടൽ 50 മിനിറ്റ്സേ ഉള്ളൂ നിങ്ങൾക്ക്. അതിനകത്ത് 10 മിനിറ്റ്സിൽ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ആ ഒരു സബ്ജക്റ്റ് റീഡ് ചെയ്യും, പറയും. അത് നിങ്ങൾ ഷോർട്ട് ഹാൻഡിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റ്സ് ലഭിക്കും. ഓൺലി 10 മിനിറ്റാണ് ലഭിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ആദ്യം പറഞ്ഞ എന്താണ്? ഡിക്റ്റേഷൻ ആദ്യം ഒരാൾ പറയും, അത് നിങ്ങൾ ഷോർട്ട് ഹാൻഡിൽ നോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾ വന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു, മനസ്സിലായോ? അപ്പോൾ 50 മിനിറ്റ്സിനുള്ളിൽ അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സ്പീഡ് നോക്കൂ, 100 വേർഡ്സ് പെർ മിനിറ്റും അതേപോലെ തന്നെ 80 വേർഡ്സ് പെർ മിനിറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേഡ് ഡിക്കോ 80 വേർഡ്സ് പെർ മിനിറ്റാണ്. സ്പീഡ് വളരെ ഹൈ ആണ്. HCMൻ്റെ കാര്യം പറഞ്ഞാൽ 35 വേർഡ്സ് പെർ മിനിറ്റ് അവിടെയൊക്കെ. അതിൻ്റെ എത്ര ഇരട്ടിയാണെന്ന് നോക്ക്. അപ്പോൾ ഇവിടെ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഇതിനാണ് ഇത് ഗ്രേഡ് സിക്കാണ്, മനസ്സിലായ കുട്ടികളെ? അപ്പോൾ ഇവിടെ സ്കിൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ മിനിമം ഒരു 6 മാസം, മാക്സിമം ഒരു 8 മാസം എടുക്കുന്നതായിരിക്കും സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇനി BSF HCM ആൻഡ് AICയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഉണ്ട് ടൈപ്പിസ്റ്റ് 2 തരത്തിൽ, നോർമൽ അതേപോലെ തന്നെ സ്റ്റെനോ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇതുവരെ എക്സാമും സ്റ്റാർട്ടായിട്ടില്ല, സ്കിൽ ടെസ്റ്റും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്റ്റെനോയ്ക്ക് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ചിലപ്പോൾ 8 മാസത്തിന് ശേഷമായിരിക്കും എക്സാം വരാൻ പോകുന്നത്, മനസ്സിലായി? ജൂലൈ ആഗസ്റ്റാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നീട്ടിയാൽ ബെനിഫിറ്റ് അല്ലേ? നീട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡോൺ വറി, ട്രൈ ചെയ്യുക. അടുത്ത വർഷത്തേക്ക് അപ്ലൈ ചെയ്യാം. എല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്കിൽ ടെസ്റ്റ് എങ്ങനെയാണെന്ന്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ സെയിം ചാനലിൽ തന്നെ BSF HCM ആൻഡ് AICയുടെ നമ്മളൊരു പ്ലേലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെനോ എന്താണ്, നോർമൽ ടൈപ്പിസ്റ്റ് എന്താണ്, എല്ലാ കാര്യങ്ങളും കേട്ടോ. ക്ലിയർ? ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് വരാൻ പോകുന്നത്. അതാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ, ആപ്ലിക്കേഷൻ ഫീസ്. ടോട്ടൽ 100 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീസ് ആവുന്നത്. ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്നവരും OBC EWS കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടികൾ മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. 100 റുപ്പീസാണ് ഫീസ് വരുന്നത്, വേറെ ആർക്കും ഫീസ് വരുന്നതല്ല. കേരള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാനൊരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. 2026 ആർമി ആൻഡ് നേവിയിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എക്സാമും വരാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ആർമിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നേവിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ കവർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആർമിയുടെ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. നേവിയുടെയും എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ്. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഇട്ടുണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നേവിയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് മെയ് 13 മുതലാണ്. ഇന്ത്യൻ ആർമിയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂൺ 1st വീക്ക് മുതലാണ്. ഇനി ഒരു 1 മന്ത് നിങ്ങളുടെ കയ്യിലുണ്ട് ആർമിക്ക് വേണ്ടി. നേവിക്ക് വേണ്ടിയാണെങ്കിൽ 2 വീക്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനിയും ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ പഠിച്ചു തുടങ്ങുക. നല്ല സമയം ഇനിയും നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം +2 ഒക്കെ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. ആ ഒരു ടച്ച് നിങ്ങൾക്ക് കാണും. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. കുട്ടികളെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫിസിക്കൽ ട്രെയിനിങ് എവിടെ നിന്ന് എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് അറിയാൻ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ 2 നമ്പർ ഇതാണ് കുട്ടികളെ, എല്ലാവരും നോട്ട് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ ആന ഡിഫൻസ് അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.